നമസ്കാരം. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ രാത്രി ദുബായിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനത്തിന്റെ യാത്ര യുഎയിലെ മഴക്കെടുതി മൂലം അനിശ്ചിതത്വത്തിലായി. ഇന്നലെ രാത്രി 8 മണിക്ക് പോയ വിമാനമാണ് ദുബായിൽ ഇറങ്ങാനാവാതെ പുലർച്ചെ കരിപ്പൂരിൽ തിരിച്ചെത്തിയത്. 180ഓളം യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ദുബായിൽ ഇറങ്ങാൻ അനുമതി കിട്ടാത്തതിനെ തുടർന്ന് വിമാനം മസ്കറ്റ് വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം മറ്റു മാർഗ്ഗമില്ലാത്തതിനാൽ യാത്രക്കാരുമായി കരിപ്പൂരിലേക്ക് തിരിച്ചു പറക്കുകയായിരുന്നു. യാത്രക്കാർക്ക് ഇന്ന് വൈകിട്ടോടെ റാസൽ ഖൈമയിലേക്ക് പോകാൻ വിമാനം ഒരുക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു. ആവശ്യക്കാർക്ക് ടിക്കറ്റ് ചാർജ് തിരികെ നൽകാൻ തയ്യാറാണെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതേസമയം ദുബായ് വിമാനത്താവളത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം 48 മണിക്കൂർ കൂടി നീട്ടി. 2 ദിവസം കൂടി നിയന്ത്രണം തുടരും. ദുബായ് വഴിയുള്ള കണക്ഷൻ വിമാന സർവീസുകളുടെ ചെക്ക് ഇൻ നിർത്തിവെച്ചതായി എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചിരുന്നു. ഇന്ന് രാത്രി 12 മണി വരെയാണ് ചെക്ക് ഇൻ നിർത്തിവെച്ചത്. ദുബായിലേക്ക് നേരിട്ടുള്ള സർവീസ് തുടരുകയും ചെയ്യും. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെയുള്ള യാത്രകൾ പുനഃക്രമീകരിക്കാൻ ഇന്ത്യൻ പൗരന്മാരുടെ ഇന്ത്യൻ എംബസിയും ആവശ്യപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായിലെ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുന്ന വിമാനങ്ങളുടെ എണ്ണം താൽക്കാലികമായി പരിമിതപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണിത്.